പരസ്യ സംവാദത്തിന് ഞങ്ങൾ തയ്യാറായതുകൊണ്ടല്ലയോ ഈ അസംബ്ലിയിൽ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. 12, 13, 14 തീയതികളിൽ പരസ്യ സംവാദം തന്നെയാണല്ലോ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ലോകത്തെ മുഴുവൻ ആളുകളും കാണുന്നില്ലയോ അസംബ്ലിയുടെ ഡിസ്കഷൻ. പ്രതിപക്ഷം ഇതുകൊണ്ടൊന്നും തൃപ്തരാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെയാണ് ഞാൻ പ്രതിപക്ഷം തൃപ്തരാവണമെങ്കിൽ പ്രതിപക്ഷം അല്ലാതാവണമെന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം. ഓർഡർ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, അങ്ങേക്ക് 2023-24 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധന അഭ്യർത്ഥനയുടെ അന്തിമ സ്റ്റേറ്റ്മെന്റ് മേശപ്പുറത്ത് വെക്കാവുന്നതും 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റും വോട്ട് ഓൺ അക്കൌണ്ടും അവതരിപ്പിക്കാവുന്നതുമാണ്. സർ, അങ്ങയുടെ അനുവാദത്തോടുകൂടി 2024-25 ബജറ്റ് ഞാൻ അവതരിപ്പിക്കുകയാണ്, പ്രസംഗം വഹിക്കുകയാണ്. സർ, കേന്ദ്ര സർക്കാരിന്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടുകൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. നമ്മുടെ നേട്ടങ്ങളെയും പുരോഗതികളെയും മുന്നോട്ട് കൊണ്ടുപോകാനും നവകേരളം സൃഷ്ടിക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ കേരളീയരെയാകെ ഒറ്റ മനസ്സോടെ അണിനിരത്തുന്നതിന് സർക്കാർ നേതൃത്വം നൽകും. ബജറ്റിലെ കണക്ക് കൂട്ടലുകൾക്കപ്പുറമുള്ള ചില രാഷ്ട്രീയ കൂട്ടിക്കിഴിക്കലുകൾ പങ്കുവെക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. സ്വാഗതം സർ. ബജറ്റ് പുസ്തകത്തിന്റെ കവർ പേജിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടേതായിരുന്നു അതോ താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ളതായിരുന്നു? ഇതുപോലുള്ള കാര്യത്തിലൊന്നും മുഖ്യമന്ത്രി അങ്ങനെ ഇടപെട്ടിട്ട് പറയുന്നതല്ലല്ലോ സാധാരണ രീതിയിൽ. അതാണ് അങ്ങനെയല്ല, ഇതൊരു നല്ല കാര്യമാണെന്ന് ആശയം വന്നു, അതുകൊണ്ട് ആശയം വെച്ചു. ഈ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം സഭയ്ക്കകത്തും പുറത്തുമൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സർക്കാർ തലത്തിലും അല്ലാതെയുമൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബജറ്റിൽ കൃത്യമായി അത് ഉന്നയിക്കുക എന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. അതിപ്പോഴല്ല, ഇപ്പം കഴിഞ്ഞ ഗവൺമെന്റുകൾ സാധാരണ മുമ്പത്തെ മന്ത്രിമാരും അത് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഒരു ഇടക്കാല ഒരു കൂട്ടിച്ചേർക്കൽ ബഡ്ജറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം തോമസ് ഐസക്കിന്റെ തുടർച്ചയായിട്ട് അത് മുതൽ ഇങ്ങോട്ടെല്ലാം കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ സമീപനം അത് തന്നെയാണ്, പൊതുവെ സമീപനം. ബജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫൈനൽ അക്കൗണ്ട് അല്ല. ബാങ്കിങ് പഠിക്കുന്ന ആൾ എഴുതുന്നൊരു ഫൈനൽ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ് അല്ല. അതൊരു പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പോളിസി സ്റ്റേറ്റ്മെന്റും കൂടെ വരുമ്പോൾ അതിനകത്ത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ വരും. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞേക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും കേന്ദ്രത്തിന്റെ ഈ ഒരു നിഷേധാത്മക നിലപാട് അല്ലെങ്കിൽ അവഗണന താങ്കളുടെ ഭാഷയിൽ അത് തുടർന്നാൽ ഒരു പ്ലാൻ ബി സ്വീകരിക്കുമെന്ന് താങ്കൾ ഊന്നി പറയുകയുണ്ടായി. എന്താണ് ഈ പ്ലാൻ ബിയിൽ കരുതി വെച്ചിരിക്കുന്നത്? പ്ലാൻ ബി നമുക്ക് കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്ന് മാത്രം ഇപ്പം കണ്ടാൽ മതി. അല്ലാതെ പ്ലാൻ ബി എന്ന് പറഞ്ഞൊരു പരിപാടി എഴുതി തയ്യാറാക്കി വെച്ചേക്കുന്നതല്ല ഇപ്പോൾ. കാരണം നമ്മളൊരു ഇപ്പം ഇതെല്ലാം കിട്ടി കാൽക്കുലേഷൻ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ആ കാൽക്കുലേഷൻ വന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കണം. ഈ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ വലിയ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് ഏതെങ്കിലും വിധേന സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജുമായി ബന്ധപ്പെട്ട് ഒരു വിധി എതിരായി ഉണ്ടായാൽ എന്ത് തരത്തിലായിരിക്കും സംസ്ഥാനം അതിനെ നേരിടുക? ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അങ്ങനെ ഒരു എതിരായ സമീപനം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% വസ്തുതാപരവും സത്യസന്ധവുമാണ്. അത് കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയിലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഭരണഘടനയുടെ പ്രൊവിഷൻസ് എടുത്തു കാണിച്ചുകൊണ്ട് അതിനകത്തെ ഭരണഘടനാപരമായ പ്രൊവിഷൻസ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് അനുകൂലമായ കാര്യമേ വരുള്ളൂ. അതുകൊണ്ട് ആ അനുകൂലമായ ഇത്തരം കാര്യങ്ങളിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് സഹായകരമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വൈകിയാണെങ്കിലും ഈ താങ്കൾ കഴിഞ്ഞ ഏറെ നാളുകളായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ആ ഒരു ആക്ഷേപത്തിന് ഒരു പിന്തുണ രഹസ്യമായിട്ടെങ്കിലും കിട്ടുന്നുണ്ടോ? പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ഒരു പാർട്ടി എന്ന നിലയിലാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇന്നലെ തൃശ്ശൂർ വന്നിട്ട് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സാധാരണ സ്റ്റേറ്റുകൾക്കൊക്കെ വളരെ എതിരായിട്ട് മോശമായിട്ടാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ സ്റ്റേറ്റുകളോട്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും അവരുടെ കർണാടകത്തിലെ ഗവൺമെന്റ്, അവരുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അത് പറയുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആ കാര്യം അത്രയും തുറന്നു പറയാത്തത് വാസ്തവത്തിൽ അദ്ദേഹം തന്നെയാണ് അത് ചിന്തിക്കേണ്ടത്.
നമ്മൾ എല്ലാ കാര്യത്തിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനൊന്നും പറയുന്നില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ പൊതു താല്പര്യമാണ്. ഞാൻ ഇന്നെൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് പറഞ്ഞേക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഇനി ഇവിടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കണം. അത് പ്രതിപക്ഷം നിൽക്കേണ്ടതാണ്. അത് വേണ്ടത്ര നിൽക്കുന്നില്ല എന്നുള്ള പ്രശ്നമേ പറയുന്നുള്ളൂ. ഈ പ്രധാനമായി 1,38,655 കോടി രൂപയുടെ വരവും 1,84,427 കോടി രൂപയുടെ ചെലവും വരുന്ന ബജറ്റാണ് താങ്കൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ അധികമായി വരുന്ന ഏതാണ്ട് 46,000 കോടിയിലധികം രൂപ അത് എങ്ങനെ കണ്ടെത്താനാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ? അതിനകത്ത് നമുക്ക് അംഗീകൃതമായ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടല്ലോ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് സ്കീമിനകത്ത് അപ്പോൾ അംഗീകൃതമായ കാര്യത്തിനകത്ത് നിർത്തി ബാക്കി കുറച്ച് റവന്യൂ വരുമാനം വർദ്ധിച്ചുമായിട്ട് നേരിടാൻ പറ്റും. ഈ കിഫ്ബിക്ക് വേണ്ടി അധികമായ ഒരു നീക്കിയിരിപ്പ് പ്രത്യേകിച്ച് ഉണ്ടാകാതിരുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണോ അതോ ഒരു പൊതുനയത്തിന്റെ ഭാഗമായോ? കിഫ്ബിക്ക് വേണ്ടി നമ്മൾ നീക്കിയിരിപ്പല്ല ചെയ്യുന്നത്. കിഫ്ബി എന്ന് പറഞ്ഞാൽ സാധാരണ ബഡ്ജറ്റിൽ നീക്കിയിരിക്കണ്ട. കിഫ്ബിയുടെ കാര്യത്തിൽ നമ്മൾ പറയും ഞങ്ങൾ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് ഈ 1000 കോടി രൂപയുടെ വർക്ക് എടുക്കുന്നുണ്ട്, 500 കോടി രൂപയുടെ വർക്ക് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കിഫ്ബി അത് ഏറ്റെടുത്ത് ഗവൺമെന്റ് ഒരു തീരുമാനമായിട്ട് എടുത്തിട്ട് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുന്നതാണെങ്കിൽ അതെടുത്തിട്ട് അത് അവരുടെ പദ്ധതിയായിട്ട് പ്ലാൻ വർക്കൗട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അവർ അതിനാവശ്യമായ പണം ബോറോ ചെയ്തിട്ട് അവർ നടത്തും ഏതൊരു സോഴ്സിൽ. എന്നിട്ട് അവർ പിന്നെ വർഷങ്ങൾ കൊണ്ട് തിരിച്ചടയ്ക്കും. ആ തിരിച്ചടയ്ക്കുന്നതിന് ഗവൺമെന്റിന്റെ ആകെ ഓരോ വർഷം കൊടുക്കുന്ന ഒരു പ്രത്യേക ഇതുണ്ട്, സെസ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം. അതാണ് അതിന്റെ മോഡൽ. അതായത് 14,000 കോടി രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കിഫ്ബിക്ക് ഒരു വർഷം കിട്ടും. കിഫ്ബി ചെയ്യുന്ന കാര്യം 10-20 വർഷം കൊണ്ടാണ് കൊടുത്തു തീർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പണം കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റും. അതാണ് അവരുടെ മോഡൽ. അപ്പോൾ കിഫ്ബിക്ക് വേണ്ടി ബഡ്ജറ്റിൽ പണം വെക്കേണ്ട കാര്യമില്ലായിരുന്നു, അതതിന്റെ ഗുണം. പക്ഷെ അങ്ങനൊരു കിഫ്ബിയെ തകർക്കാനും അത് അംഗീകരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ സമയം എടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഓക്കെ, ഈ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കുടിശ്ശികകൾ ഉണ്ടാകുന്നു, അതിനെതിരായി വിമർശനം ഉയരുന്നു. പക്ഷേ അപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഒരു നയം ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തന്നെ അത് 2,500 രൂപയായി ഉയർത്തുമെന്ന് പറഞ്ഞായിരുന്നു. ഇനി ഒരു സമ്പൂർണ്ണ ബജറ്റും ഒരു ഇടക്കാല ബജറ്റും ആ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബാക്കിയുണ്ട്. അതിനിടയിൽ ഈ 900 രൂപയുടെ നിലവിൽ ഈ 1,600 രൂപയിൽ നിന്നത് ഈ 900 രൂപ കൂടി വർദ്ധിപ്പിച്ച് 2,500 ആക്കാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇനിയുള്ള 2 വർഷത്തിലധികം ഉണ്ട്. സാധാരണഗതിയിൽ ഇതിനകം തന്നെ ഞങ്ങൾക്ക് ഈ 57,000 കോടി രൂപയുടെ ഒരു കണക്കാണല്ലോ ഞങ്ങൾ പറഞ്ഞു ഇത്രയും കുറവുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെ കിട്ടിയാൽ തന്നെ ഇപ്പൊ കൊടുക്കാനുള്ളതിനകത്ത് വാസ്തവത്തിൽ കുറെ കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇനിയായാലും നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് അത് തന്നെ ചെയ്യാൻ പറ്റും. ഒരു ബഡ്ജറ്റിന്റെ അല്ലെങ്കിൽ ഈ പൂർണ്ണമല്ലാത്തൊരു ബഡ്ജറ്റ് എന്ന നിലയിൽ അത് എടുക്കണ്ട. ഈ ബഡ്ജറ്റ് ഒന്നും വേണ്ട. ഇടയ്ക്ക് നാളെ വേണേലും ഇത് കാര്യം എനിക്ക് അനൗൺസ് ചെയ്ത് ചെയ്യാവുന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഗവൺമെന്റ് അനൗൺസ് ചെയ്ത് ചെയ്യാവുന്നുള്ളത്. പ്രശ്നം അതിന്റെ ഫണ്ട് വരുന്ന കാര്യമാണ്. ബഡ്ജറ്റിൽ തന്നെ വെച്ച് പറയണമെന്നില്ല. അപ്പൊ അതിനുള്ള സാധ്യത ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നു. ഇപ്പോഴും സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിയിലെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അതിനകത്ത് സാമൂഹ്യക്ഷേമ പെൻഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഒരു നിലപാടാണ് അവരെടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അത് കൃത്യമായി കൊടുക്കുന്നതിന് ഒരു സ്ട്രാറ്റജി തന്നെ നമ്മൾ രൂപപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമാനമായ തരത്തിൽ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും എന്ന തരത്തിലുള്ള നിലപാടും ഇടതുപക്ഷ സർക്കാർ രണ്ടാമത് പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോഴുണ്ടായിരുന്നു. അവിടെ ഇത് 3 വർഷത്തിനിടയിൽ 10 രൂപ മാത്രമാണ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. 250 എത്തിക്കാൻ കഴിയുമോ? 250 എന്ന് പറയുമ്പോൾ അതിനകത്ത് അത്തരം കാര്യം മാത്രമല്ല പറഞ്ഞേക്കുന്നത്. ഇതിനകത്തൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടു കൂടി എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അവർ നമുക്ക് തരേണ്ടതുണ്ട്. റബ്ബർ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിന് അവരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള സഹായത്തെപ്പറ്റി കൂടി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം പറയാതെ എന്താ? ഓക്കെ, അതുപോലെ പറഞ്ഞാലല്ലേ ഇത് പൂർണ്ണമാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലേക്ക് കൂടി തുക വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സംസ്ഥാനത്ത് തന്നെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി വലിയ തരത്തിലൊരു വിലങ്ങുതടിയായി മാറുമ്പോൾ ഈ ചില കാര്യങ്ങളിലേ ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ ചില പ്രത്യേക പദ്ധതി, അതുപോലെ തന്നെ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തോണ്ടിരുന്നതാ. പെട്ടെന്ന് അവർ വേണ്ടെന്ന് പറഞ്ഞു. നമ്മളത് നിർത്താൻ പോയാൽ പ്രശ്നമാവും. അതുപോലെ തന്നെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള അങ്ങനത്തെ ചില സെക്ടറിൽ, അതുപോലെ അധ്യാപകർ, ചില സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, അവർക്ക് കൊടുത്തോണ്ടിരുന്ന പണത്തിന്റെ പകുതി കേന്ദ്രം നിർത്തി. ഈ അധ്യാപകരൊക്കെ പറഞ്ഞു കൊടുക്കണം. കേരളത്തിൽ അതൊരു ബുദ്ധിമുട്ടായ കാര്യമാണ്. വേണമെങ്കിൽ പറയാൻ കണ്ണിച്ചറിയില്ലാതെ സ്കീം നിന്നും നിങ്ങൾ പൊക്കും. ആത്യന്തികമായി ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇതെല്ലാം അങ്ങനെ സംഭവിക്കും ഭാവിയിൽ. കാരണം ഇവരിങ്ങനെ കുറച്ചാൾ ചെയ്യും, പിന്നെ കൊടുക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ സ്കോളർഷിപ്പ് പോലെയൊക്കെയുള്ള കാര്യങ്ങളും പ്രത്യേക പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഈ പുഴയിൽ നിന്ന് മണൽ വാരുന്നതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഈ പരിസ്ഥിതി ആഘാത പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു പഠനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വിശദമായ ഒരു പഠനം നടത്തിയിട്ട് അതിന്റെ അംഗീകാരം കിട്ടിയിട്ടാണ് ഇപ്പൊ ഈ 3 പുഴയുടെ കാര്യം എന്ന് പറഞ്ഞത്.
അത് എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്തതാണ്. ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് എല്ലാം ചെയ്യുക. അത് ചെയ്യുക. ഈ വിഴിഞ്ഞം സർക്കാരിന്റെ ഒരു വികസന മുഖമായി തന്നെ മാറുന്ന തരത്തിലായിരുന്നു ഇന്നത്തെ പല പദ്ധതികളുടെ പ്രഖ്യാപനം. അതിലൂടെ കൃത്യമായി എന്നു മുതൽ ഈ വരുമാനം തിരികെ ഉണ്ടാക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ലോങ് ജസ്റ്റേഷൻ ആയിട്ടുള്ള വലിയ ദീർഘകാലമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട പദ്ധതികളെ സംബന്ധിച്ച് മറ്റന്നാളോ നാളെയോ ഉടനെ വരുമാനം കിട്ടുമെന്നല്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ 2026 പോർട്ട് ഫുള്ളി ഫംഗ്ഷനിലാവുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത ഫേസ് കൂടെ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ വരുന്ന ഈ കാര്യങ്ങളൊക്കെ താങ്ങണമെങ്കിൽ, മീൻസ് അതിന്റെ ആവശ്യകത താങ്ങണമെങ്കിൽ വലിയ തോതിൽ ഡെവലപ്മെന്റ് വേണം. അതുകൊണ്ടാണ് അത്രയും വിശദമായിട്ട് അത് പറഞ്ഞേക്കുന്നത്. വിഴിഞ്ഞം കേവലം ഒരു 2-3 ജില്ലയുടെ അല്ല, കേരളം മൊത്തം മാത്രമല്ല, തമിഴ്നാടിന് ഉൾപ്പെടെ വലിയ ഗുണമുണ്ടാക്കുന്ന, ഇന്ത്യയിലേക്ക് ആകെയുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ പറ്റുന്നൊരു സ്ഥാപനമാണ്. അങ്ങനെ ഒരു സ്ഥാപനമാകുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പലതരത്തിലും ഫൈനാൻസ് കണ്ടെത്തി ചെയ്യുക എന്നുള്ളതാണ്. ആ വരുന്ന അനുബന്ധമായ പല കാര്യങ്ങളും ലാഭകരമായിട്ടുള്ള പല ഇൻഡസ്ട്രിയൽ സംഭവങ്ങളും മറ്റു കാര്യങ്ങളും ഹോട്ടലും അതേപോലെ റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ ആയിരിക്കും. അത് വരാനുള്ള സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. ഈ ബേപ്പൂർ, അഴീക്കൽ തുടങ്ങിയ ചെറുകിട തുറമുഖ പദ്ധതികൾക്ക് വേണ്ടിയും തുക വകയിരുത്തിയിട്ടുണ്ട്. അതിലൂടെ സംസ്ഥാനത്തിന് ഏത് തരത്തിലുള്ള ഒരു വികസനം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമായിരിക്കും ലക്ഷ്യം വെക്കുന്നത്? അതൊക്കെ സാധാരണ ഈ പിന്നെ കപ്പലുകൾ, ചെറിയ ഇടത്തരം കപ്പലുകൾ വന്നു പോകുന്ന തുറമുഖങ്ങളാണ്. കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആകുമ്പോൾ അവർക്ക് അതിൽ നിന്നുള്ള റിട്ടേൺ കിട്ടും. അതിനുള്ള കുറച്ചുകൂടി കോസ്റ്റൽ ഷിപ്പിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. അതുപോലെ ലക്ഷദ്വീപിലേക്കും അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും ഷിപ്പുകളും ഷിപ്പിങ്ങുകളും കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് പ്രതീക്ഷ വെക്കുന്നത്. അതൊക്കെ ഈ ചെറിയ ചെറിയ ഷിപ്പൊക്കെ വരുന്നത് ഇപ്പം തന്നെ അവിടെയൊക്കെ കുറച്ച് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ഉണ്ട്. ഈ ബേപ്പൂരൊക്കെ ഇപ്പോൾ കൊല്ലം പോർട്ട് കൊമേഴ്ഷ്യലായിട്ട് ഫുള്ളായിട്ട് തുടങ്ങിയിട്ടില്ല, ഇപ്പം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ തന്നെ ഇപ്പോൾ കുറച്ച് വരുമാനം കിട്ടുന്നുണ്ട്. ആകെ ചെലവിനുള്ളത് കിട്ടത്തില്ല, പക്ഷെ ഇപ്പം പോലും കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമാനം കിട്ടാൻ പറ്റും. കാരണം നമ്മുടെ ആക്ടിവിറ്റി ഒത്തിരി വർദ്ധിപ്പിക്കാൻ പറ്റുമല്ലോ. താങ്കൾ ഈ ടൈം മാഗസിനിൽ ഈ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട കേരളത്തെ ഊന്നി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്തിയാൽ അത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനപ്പുറത്ത് കേരളത്തിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ ഒരു പ്രതീക്ഷ? ഈ ടൂറിസത്തിന്റെ പ്രത്യേകത സർവീസ് സെക്ടറാണ് എന്ന നിലയിൽ ബേസിക് പ്രൊഡക്ഷൻ അല്ല. പക്ഷെ സർവീസും ഈ പ്രൊഡക്ഷന്റെ സ്വഭാവത്തിലേക്കുള്ള ഒരു സർവീസ് എന്ന നിലയിൽ തന്നെ വരുന്നതാണ്. ധാരാളം ആളുകൾ ടൂറിസത്തിന് ഇപ്പം മൂവ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുണ്ട്, പുറത്തുനിന്നുള്ളവരുണ്ട്, കേരളത്തിനകത്തെ തന്നെ ഉണ്ട്, ഇന്ത്യക്കകത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ അവർ വരുമ്പം അത്രയും പേർക്ക് ജോലിയും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ടൂറിസത്തിന്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് റിട്ടേൺ വരുന്ന ഒരു മേഖലയാണ്. നിങ്ങളൊരു ഫാക്ടറി കെട്ടി 5 വർഷം കൊണ്ട് മാർക്കറ്റ് ചെയ്ത് വരുന്നു എന്ന് പറയുന്ന പോലെയല്ല. പണം ഉണ്ടെങ്കിൽ ഹോട്ടൽ 1 വർഷം കൊണ്ട് കെട്ടാമെങ്കിൽ, അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് കെട്ടാൻ ഹോട്ടലായി, ബാക്കി കാര്യങ്ങളായി. അതിനെ പെട്ടെന്ന് തീർക്കാൻ പറ്റും, ആളുകൾ വരും, പെട്ടെന്ന് എക്കണോമിയെ ചലനാത്മകമാക്കും. അതുകൊണ്ടാണ് ആ ഒരു മേഖലയ്ക്ക് ആദ്യ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു മേഖലയാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് 100 രൂപ മുടക്കിയാൽ മറ്റൊരു മേഖലയിൽ ഹെവി ഇൻഡസ്ട്രി കിട്ടുന്ന ഒരാളുടെ ജോലിയേക്ക് കിട്ടുന്നതിനേക്കാളും അധികം ജോലി ഇവിടെ കിട്ടും. ഓക്കെ, ഈ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നികുതി നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പറഞ്ഞാൽ ഈ വൈദ്യുതി നിരക്കിലും അതോടൊപ്പം തന്നെ മദ്യത്തിന്റെ വിലയിലും വലിയ വർധന എങ്ങനെയായിരിക്കും അതിന്റെ വർധന നിലവിലെ? ഇതിനകത്ത് അങ്ങനെ വലിയ വർധന വരുന്ന റേറ്റുകളൊന്നുമില്ല. മദ്യത്തിന്റെ കാര്യത്തിൽ ഗാലനേജ് എന്ന് പറയുന്നത് ഒരിക്കലും കസ്റ്റമറിൽ പോകുന്നതല്ല, അല്ല കമ്പനിയിൽ നിന്ന് തന്നെ തരേണ്ടതാണ്, ലാഭത്തിൽ നിന്ന് തരേണ്ടതാണ്. മറ്റേത് ഈ പിന്നെ 1963 ഒരു ചാർജ് 1 പൈസ, 1.2 പൈസ 63. ഇതൊക്കെ ഒന്നിലത് എടുത്തു കളയണം, അല്ലെങ്കിൽ കാലോചിതമായിട്ട് ഇതിന് ചെയ്യണം. ഈ ഒന്നുമേ മേടിക്കാതിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതൊന്നും വലിയ വ്യയവർദ്ധന വരുന്ന കാര്യമല്ലല്ലോ. ഓക്കെ, ഈ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട പദ്ധതികളും അതുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളെ കുറിച്ച് ഞങ്ങൾ വിദേശ സർവകലാശാല സ്ഥാപിക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞു. വിദേശ സർവകലാശാലകളുടെ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നു പറഞ്ഞു. അല്ല, അങ്ങനെ വരുമ്പോൾ അത് ഇടത് നയവുമായി യോജിച്ചു പോകുന്നതാണ് എന്ന് താങ്കൾക്ക്? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിനകത്ത് നയവുമായിട്ട് യോജിച്ചു പോകുന്നത് തന്നെയാണ്. മറ്റേതൊക്കെ പരിശോധിക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഈ ബജറ്റിലെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അത് നടപ്പിലാക്കുന്നതിൽ കൃത്യമായ ശാസ്ത്രീയമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും അങ്ങോട്ട്? അതിനകത്ത് സാധാരണ ഡിപ്പാർട്ട്മെന്റുകളാണ്, അത് വകുപ്പുകളാണ് ഫോളോ ചെയ്യുന്നത്. കുറെ കാര്യങ്ങൾ നടക്കുന്നതിന് ഭാഗമായിട്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സയൻസ് പാർക്ക് കഴിഞ്ഞ പ്രാവശ്യം അനൗൺസ് ചെയ്തതാണ്. അതിപ്പം അതിന്റെ റിസൾട്ട് ഉണ്ടായ കുറെ കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അല്ല, സയൻസ് പാർക്ക്, തീർച്ചയായിട്ടും അല്ല ഡിജിറ്റൽ സയൻസ് പാർക്ക്. എല്ലാം എന്നാൽ ഒരേപോലെ വേഗത്തിൽ നടക്കുന്ന അഭിപ്രായം എനിക്കുമില്ല. ചിലത് നല്ല ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ അതൊക്കെ സ്പീഡിൽ നടത്തേണ്ടതുണ്ട്. ചിലത് പ്രാക്ടിക്കലി പ്ലാനിൽ പറയുന്ന പല കാര്യങ്ങളും എല്ലാം ഒരേപോലെ നടക്കണമെന്നില്ല, പ്രാക്ടിക്കലി പ്രശ്നം വരും. ഓക്കെ, ഈ ഇടുക്കി വയനാട് പാക്കേജുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബജറ്റുകളിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു, ഈ ബജറ്റിലും പ്രഖ്യാപനം ഇടം പിടിക്കുന്നു. അത് കൃത്യമായി നടപ്പിലാക്കുന്നതിൽ എവിടെയാണ് ഈ കാലതാമസം നേരിടുന്നത്? കൃത്യമായി നടപ്പിലാക്കുന്ന കാലതാമസം ഇല്ല.
ഇപ്പോൾ ഇടുക്കി എന്താ ഡെവലപ്മെന്റ്? മെഡിക്കൽ കോളേജ് വന്നു, മറ്റ് സ്ഥാപനങ്ങൾ വന്നു, നല്ല റോഡ് വന്നു, പുതിയ ഓഫീസുകൾ വന്നു, വയനാട് മെഡിക്കൽ കോളേജ് വന്നു, ഇവിടെ 2 നഴ്സിംഗ് കോളേജ് വന്നു. ഇത് വലിയ സ്ഥാപനങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ അവിടെ എല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇടുക്കിയിലെ ഒരു സെമിനാറിന് അടുത്തിടയ്ക്ക് പോയിരുന്നു. ആ 75 കോടി രൂപ വെച്ച് ഓരോ ജില്ലയ്ക്ക് കൊടുക്കുന്നത് ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട് അവിടെ. വലിയ മാറ്റമാണ്. ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പഴയതുപോലാണോ റോഡ്? ആണോ? അല്ല. വയനാട് എങ്ങനെയാണോ? വയനാടാണെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ട്രാഫിക് ബ്ലോക്കാണ്, അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ടൂറിസ്റ്റുകളും നല്ല റോഡും ഒക്കെയാണ്. ഈ വന്യജീവി ആക്രമണങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം ഈ വടക്കൻ ജില്ലകളിലുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, അതിന് കൂടുതൽ ഊർജിതമായ ശ്രമങ്ങൾ ഉണ്ടായിരിക്കുമോ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്ന തുകയ്ക്ക് അപ്പുറത്തേക്ക്? ഈ തുക നേരത്തെ ഉള്ളതിനേക്കാളും വളരെ അധികമാണ്. ഇപ്പം അടുത്ത കാലം വരെയുള്ളതെല്ലാം കൊടുത്ത് തീർന്നു. അത് എക്സ്ട്രാ പണം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഈ പണം വെച്ചിട്ട് ആ പണത്തിന്റെ പ്രശ്നങ്ങൾ വരേണ്ടതില്ല. കാരണം പഴയ വലിയ ഡോസ് ഉണ്ടായിരുന്നൊക്കെ കുറച്ച് പഴയതൊക്കെ കൊടുത്തു തീർത്തു. ഈ 8-ാം തീയതി കേന്ദ്ര വിരുദ്ധ സമരത്തിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഡൽഹിയിലേക്ക് എത്തുകയാണ്. പ്രതിപക്ഷം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. പ്രതിപക്ഷത്തിനോട് സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ, ധനമന്ത്രി എന്ന നിലയിൽ അവസാനമായി താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഈ അവസാനമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. സമരത്തിന് തൊട്ടു മുൻപ് ഈ പ്രതിപക്ഷത്തിനോട് ഇന്ന് പറഞ്ഞത്, നിങ്ങൾ സമരത്തിനകത്ത് ഇത്തരം ഒരു കാര്യത്തിനകത്ത് കർണാടകത്തിലെ ഗവൺമെന്റ് ഉൾപ്പെടെ വരുന്ന സമരമുണ്ട് 7-ാം തീയതി, ഇന്ത്യയിലാകെയുണ്ട്. അപ്പം നിങ്ങളും ഇക്കാര്യത്തിനകത്ത് സഹകരിക്കണം. ഞങ്ങളുടെ കൂടെ ഒരു അഭിമാനത്തിന്റെ കാര്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വന്നിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരൊറ്റയ്ക്ക് ഒരു സമരം നടത്തണം. ഞാനതിനകത്ത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്കൾ ക്ഷീണിതനാണ് എന്നറിയാം. അവസാനമായി ഒരു ചോദ്യം കൂടി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധനമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഒരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ? താങ്കൾ തയ്യാറുണ്ടോ? ഈ പരസ്യ സംവാദത്തിന് ഞങ്ങൾ തയ്യാറായതുകൊണ്ടല്ലയോ ഈ അസംബ്ലിയിലെ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യുന്നേ. 12, 13, 14 തീയതികളിൽ പരസ്യ സംവാദം തന്നെയാണല്ലോ. ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ലോകത്തെ മുഴുവൻ ആളുകളും കാണുന്നില്ലയോ അസംബ്ലിയുടെ ഡിസ്കഷൻ. സഭയ്ക്ക് അപ്പുറത്തേക്ക് എന്തിനാ സഭയ്ക്കകത്ത് തന്നെ ചർച്ച ചെയ്യാമല്ലോ. എത്ര എല്ലാ MLA-മാരും ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. അവിടെ 3 ദിവസം ഡിസ്കഷൻ അല്ലേ ബഡ്ജറ്റ്. അപ്പൊ അതുകൊണ്ട് അത് പ്രതിപക്ഷം തൃപ്തരാകുമെന്നാണോ? അതല്ലെങ്കിൽ പ്രതിപക്ഷം ഇതുകൊണ്ടൊന്നും തൃപ്തരാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെയാണ് ഞാൻ പ്രതിപക്ഷം തൃപ്തരാവണമെങ്കിൽ പ്രതിപക്ഷം അല്ലാതാവണം എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിന്റെ പ്രശ്നം. അല്ല, അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ തൃപ്തരാകുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രശ്നം. അവിടെയാണ് അദ്ദേഹം സഭയ്ക്ക് പുറത്തെന്തോ ഇതിനകത്ത് അങ്ങനത്തെ കാര്യമുണ്ട്. സഭയ്ക്കകത്ത് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ്? സഭയ്ക്കകത്ത് ഏറ്റവും സാധ്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ എന്തായാലും നിലപാട് വ്യക്തമാക്കിയതിന് വളരെയധികം നന്ദി.